നീ എന്തിനിപ്പോ കൈ ഇങ്ങനെ പൊക്കിയേ? നീ ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ ഔട്ടാ പറ്റില്ല. എന്നെ എൻകറേജ് ചെയ്യുന്നോളെ. തീർച്ചയായും അല്ലെങ്കിൽ ഓക്കെ. Sorry, it's all right. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവല്ലേ? മഞ്ചാടി തീനിയൊതുക്കിയ പൂവാലി കിളിപ്പാടി സോറി, വെരി വെരി സോറി. ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല, ഇവിടെ യാത്ര പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ ഊട്ടിക്കാണ്ട് 1-2 പ്രത്യേക സ്ഥലങ്ങൾ കൂടി ഇവിടെ ഉണ്ട്, അത് കാണാൻ പോവാ. സാർ അങ്ങോട്ട് കയറിട്ടെ. ഹണിമൂൺ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹണിമൂൺ ഫോറസ്റ്റ് നല്ല കാട് ഊറ്റാക്കൂരി. അങ്ങോട്ട് കയറിട്ടെ. സരി. ആ പോവാ. ഞാൻ കയറില്ല. അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാൻ ആയിരുന്നു. ഇപ്പെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി പോയി. പക്ഷേ സീസൺ ആയില്ല. അതാ കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടില് കുതിരയല്ല, പോളിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീള്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട് ഇന്നിറങ്ങാം. ഞാൻ കൈ പിടിക്കാം. വേണ്ടല്ലേ? കല്ല് സാറ് അതിലിറങ്ങി സാറേ. വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വസ്ഥലവും എനിക്കറിയാവുന്നതല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാത്? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട്
അന്നേയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവൾ അപ്പൊ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ല് കുളിച്ചിട്ട് വാ. ചെല്ലേ. ആ നിക്ക് പാഞ്ചാലി പാറ. ദേ ഒറ്റ കല്ലിലെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ദേ ഇങ്ങനെ വരരുത്. എന്താ എന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ആ നിങ്ങൾ നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ട് പെറുതേ ഇയാള് പോയില്ലേ? എന്തേ? ദേ അന്നേ നിന്നിപ്പോ എന്തിനെങ്ങനെ കെട്ടിയിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്. കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇവരെവിടേക്ക് പോയേ? ഓ നിനക്കിപ്പോ സമാധാനായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആ ഒറ്റ അടിച്ചല്ലോ. എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പൊയ്ക്കോ. ഹൈ ഈ മണം മാത്രം മതി, എന്തു വേണേലും കഴിക്കാം. എടി അന്നെ അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. ദാ പോസ്റ്റൽ കട്ട്ലൈറ്റ്. ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിച്ചോട്ടെ. ഗ്രാൻഡ്, വണ്ടർഫുൾ. കഴിച്ചു നോക്ക്, നല്ല പന്നിമീൻ ഉണ്ടാക്കിയതാ. എടുക്കണം. കുക്കിംഗ് കൊടുത്ത് ഇന്നല്ലെങ്കിൽ തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം. ആ അത് ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. അല്ലേ എന്ത് പാവാന്നറിയത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാല് കുത്തിയിട്ടില്ല. അവളിത് പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ, പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്നില്ല കേട്ടാ. അവൾ ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാക്കിക്കൊണ്ടേ? ഏയ് ഒന്നുമില്ലടേ.